അപ്പോൾ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിയുന്ന യുവാക്കൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ എങ്ങനെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാന ഘടകമാണ്. അപ്പോൾ അതിലെന്ത് ചെയ്തിരിക്കുന്നു? അപ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് അവിടെയുണ്ട്. കോടികളുടെ 67,000 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് ഫണ്ടുണ്ട്. കേന്ദ്രം ആ പണം ഒഴുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. അതൊരു രീതിയായി മാറിയിരിക്കുകയാണ്. ആ പണത്തിൻ്റെ ഒഴുക്കിൽ ഇപ്പോൾ കിട്ടുന്ന പണം എന്നുള്ളത് ഏത് കൊടും ദരിദ്രനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർ ഇപ്പോൾ കിട്ടുന്നത് വാങ്ങുന്നു, അതിന് വോട്ട് ചെയ്യുന്നു. ഇതൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് ആം ആദ്മി പാർട്ടി ഒന്നുമല്ല, ജയലളിതയുടെ കാലത്ത് മുൻപ് നമ്മൾ കേൾക്കുന്നതാണ്. അന്നൊക്കെ മൂക്കത്ത് വിരൽ വെച്ചവർ ഇപ്പോൾ അത് നടപ്പാക്കിയാണ്. അത് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ അപകടകരമായ സാഹചര്യം എന്നാൽ തെരഞ്ഞെടുപ്പിന് തന്നെ അർത്ഥമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പുറത്ത് പ്രതിപക്ഷം ഐക്യത്തോടെ നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആ ഐക്യം, അതായത് ബീഹാർ എത്രത്തോളം നിർണായകമാണ് എന്നവർ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടും ആ നിർണായക സാഹചര്യം എങ്ങനെയാണ് അവർ ഉപയോഗിച്ചതെന്നുള്ളതാണ്. ഒരു പാർട്ടി ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ ആദിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരുമിച്ച് ഒരു ഏകോപനം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഏകോപനത്തിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ ഓഫീസുണ്ട്, എന്ത് സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തുന്നു. 12 ഇടത്ത് തമ്മിൽ മത്സരിക്കുന്നു. അപ്പോൾ നിർണായകമായ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല. രാഹുൽ ആ സമയത്ത് വിദേശത്തായിരുന്നു. അങ്ങനെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കാണുന്നില്ല.